ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗ് ഷോയിൽ അതിഥിയുടെ സമയമാണ്. രാമായണ മാസവുമായി ബന്ധപ്പെട്ട് യുവകവി സുമേഷ് കൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ശ്രീ സുമേഷ് മോർണിംഗ് ഷോയിലേക്ക്. സ്വാഗതം. കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സാധാരണ കർക്കിടകത്തോടൊപ്പം ചേർത്ത് വെച്ച് ചില വിശേഷണങ്ങളൊക്കെ നമ്മൾ പറയും. കർക്കിടകം പഞ്ഞമാസമാണ്, കള്ളക്കർക്കിടകം, അങ്ങനെയൊക്കെ പറയും. ശരിക്കും എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളും? ഈ പഴയ ആളുകൾ ഒരു മഴപ്പാട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിന്നു 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 ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ, തക്കം നോക്കി തുലാമഴ, വൃത്തിയായി പെയ്യും വൃശ്ചികത്തിൽ, ഇങ്ങനെ പോയിട്ട് അവസാനം പറയുന്നത് തക്കിട തരികിട കർക്കിടകം എന്ന് വെച്ചാൽ ഒന്നും കിട്ടൂല എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മാസമാണ്. കാരണം ഭൂമിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചും കാലാവസ്ഥയുടെ പ്രത്യേകത അനുസരിച്ചും കർക്കിടക മാസം പൊതുവിൽ അനാരോഗ്യങ്ങളുടെ കാലമാണെന്നാണ്, ശരീരത്തിനും മനസ്സിനും. അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ കാര്യം കൂടി ആയിരിക്കില്ലേ രാമായണ പാരായണം? തീർച്ചയായും. കാരണം ഈ മനസ്സിനെ ബലപ്പെടുന്ന കായബലവും മനോബലവും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ്. ഈ ശരീരത്തിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഔഷധം, മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് അധ്യാത്മരാമായണം കളിപ്പാട്ട്. അത് നമ്മൾ ഒന്നിലേക്ക് മുഴുകുമ്പോൾ സ്വാഭാവികമായും അതിലെ കണ്ടൻറ്റ് എന്താണോ അതിലേക്ക് നമ്മുടെ മനസ്സ് ലയിക്കും. അതാണ് എൻ്റെ ദർശനം. ഇപ്പോൾ എന്താണ്, രാമനെക്കുറിച്ച് വായിക്കുമ്പോൾ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊരു രാമത്വം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും രാമായണ പാരായണം നമ്മൾ എങ്ങനെയാണത് പറയുക? ചൊല്ലുകയാണോ പാരായണമാണോ? ഇപ്പോൾ ഓരോരുത്തർ അതിൻ്റെ ഒരു ഭാവം നഷ്ടപ്പെടാതെ ഏത് രീതിയിലും അത് രാമായണ പാരായണം എന്ന് പറയാൻ കാരണം പുസ്തകം നോക്കി വായിക്കുന്നതിനാണ് നമ്മൾ പാരായണം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഈ വേദികളിലൊക്കെ ചില കുട്ടികൾ പദ്യ പാരായണം എന്ന് പറയുന്നത് അത് തെറ്റാണ്. പുസ്തകം നോക്കി വായിക്കുന്നതാണ് പാരായണം. മറ്റത് കാണാതെ പറയുന്നത് അങ്ങനെ അല്ലാത്തതാണ്, ചൊല്ലലാണ്. രാമായണ പാരായണമാണ് സാധാരണ പറയാറ്, പുസ്തകം നോക്കി വായിക്കുക എന്നുള്ളതാണ്. അത് അല്ലാതെ അറിയാവുന്ന രാമായണം മുഴുവനും അറിയാവുന്ന ഒരുപാട് പേരെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ വിദ്യാഭ്യാസം കൊണ്ട് ചിലപ്പോൾ അവർ വളരെ ഉന്നതിയിലൊന്നും എത്തിയ ആളുകളായിരിക്കില്ല, പക്ഷെ അവർക്ക് രാമായണം കാണാതെ അറിയാമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. രാമായണം പൊതുവിൽ അത് ആലപിക്കപ്പെടുമ്പോൾ, അത് ചൊല്ലപ്പെടുമ്പോഴുള്ളൊരു ആത്മസുഖം എന്നുള്ളത്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കും അതിൻ്റേതായ സന്ദർഭത്തിന് യോജിച്ചതല്ലാതെ ഒന്നുമില്ല, വളരെ കൃത്യമായിട്ടാണ്. അത് ഒരു ഉദാഹരണമുള്ളത് നമ്മുടെ നരസിംഹത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗത്ത് എഴുത്തച്ഛൻ പറയും, നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ, ഘോരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ക്രൂരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ എന്ന് പറയും. അവിടെ ഈ പ്രപാടനം എന്ന വാക്ക്, വലിച്ചു കീറുക എന്നുള്ളതിന് പ്രപാടനം എന്ന് പറയുമ്പോൾ നമുക്ക് വലിച്ചു കീറിയ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് തന്നെയാണോ ഈ പലരും രാമായണം എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തെ അത്ര ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ഭാഷയുടെ ആ ഒരു ഈ പറഞ്ഞതുപോലെ ഭാഷയുടെ ഭംഗി കൊണ്ടാണോ, അതായത് വായിക്കുന്നവരിലേക്കും കേൾവിക്കാരിലേക്കും ആ രീതിയിൽ എത്തിക്കാൻ കഴിയുന്ന ആ ഒരു ഭാഷ ഉള്ളത് കൊണ്ടാണോ എഴുത്തച്ഛൻ്റെ രാമായണത്തെ? തീർച്ചയായും. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞത്, നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം നനച്ചാൽ പറഞ്ഞു. അധ്യാത്മരാമായണം മൂലകൃതിയുണ്ട് സംസ്കൃതം. അതിനേക്കാളും എൻ്റെ വായനയിൽ, ചിലപ്പോൾ എൻ്റെ വായനയുടെ പരിമിതിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പടിയൂടെ മുകളിൽ നിൽക്കുന്നതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അധ്യാത്മരാമായണം മൂലകൃതിയിലൊരു വരിയുണ്ട്, ഭോഗ മേഘവിധാനസ്ഥ വിദ്യുല്ലേഖയവ ചഞ്ചല. എന്നാൽ അതേ വരി എഴുത്തച്ഛൻ മാറ്റുമ്പോൾ എന്ത് സുന്ദരമായിരിക്കുന്നുണ്ട്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഈ ക്ഷണപ്രഭ എന്ന വാക്കിന് സമാനമായ സംസ്കൃതമാണ് വിദ്യുല്ലേഖേവ ചഞ്ചല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നമുക്ക് യാതൊരു വിധമായ വിദ്യുല്ലേഖയും ചഞ്ചലവും കാണാൻ പറ്റില്ല. പക്ഷേ
ക്ഷണപ്രഭാചഞ്ചലം എന്ന് പറഞ്ഞാൽ മിന്നൽ വെട്ടി മാഞ്ഞ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതാണ് ഒരു കവിയുടെ ഏറ്റവും വലിയ ഗുണം, അങ്ങനെ അനുഭവിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. എഴുത്തച്ഛൻ സീതാസ്വയംവരത്തിൽ കല്യാണ വസ്ത്രമൊക്കെ അണിഞ്ഞു വരുന്ന സീതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നും. ദശരഥൻ മരിച്ചു കിടക്കുന്ന ഭാഗം പറയുമ്പോൾ നമ്മളൊരു മരണ വീട്ടിലാണെന്ന് തോന്നും. സുന്ദരകാന്ഡം അവതരിപ്പിക്കുമ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ വേണ്ടി ത്വരിതഗതിയിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ആ തരത്തിലാണ് ആ ഭാഷ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാലത്തെയൊക്കെ അതിജീവിച്ച് അതിങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പോൾ പഴയ ആളുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, എന്തെങ്കിലും ഒരു മാനസികമായ ചെറിയൊരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തോ രാമായണം മറച്ച് 7 വരിയും 7 അക്ഷരവും തള്ളി അങ്ങനെ എന്തൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ നോക്കുന്നവരുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ പറയും. അത് രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ചില ഭാഗങ്ങൾ രാശിയുള്ള ഭാഗങ്ങളുണ്ട് പറയും. ഇപ്പോൾ രാമായണം ഇങ്ങനെ തുറക്കുമ്പോൾ പണ്ട് ഈ രാമായണം വായിക്കുന്ന ആളുകൾക്ക് ദക്ഷിണ കൊടുക്കാൻ നേരത്ത് അവർ രാമായണം തുറന്ന് കാണിക്കും. അപ്പോൾ അതിനകത്താണ് ദക്ഷിണ വെച്ചു കൊടുത്തിരുന്നതെന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ, കേട്ടുള്ള അറിവാണ്. അപ്പോൾ പഴയ ആളുകൾ, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്ന 1-2 സ്ഥലത്ത് കണ്ടിട്ടുമുണ്ട് തുറന്നു വയ്ക്കും. അപ്പോൾ ഈ തുറന്നു വയ്ക്കുന്ന പോലെ ചിലപ്പോൾ ലക്ഷ്മണോപദേശമായിരിക്കും. ഈ കേരളീയ സാഹിത്യത്തിൽ എഴുത്തച്ഛൻ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദാർശനികമായൊരു ഭാഗം, അധ്യാത്മരാമായണത്തിൻ്റെ ഏറ്റവും ദാർശനികമായ ഭാഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മണോപദേശം. ഇന്നത്തെ കാലഘട്ടത്തിൽ വായിച്ചു നോക്കിയാലും ഇത് 2017 എഴുതിയല്ലെന്ന് തോന്നത്തക്ക തരത്തിൽ ഉള്ള ഒരു പുതുമ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. ഏത് കാലത്ത് വായിച്ചു നോക്കുമ്പോഴും ആ കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കുന്നതാണല്ലോ അത്. അപ്പോൾ അതൊരു വലിയ ഗുണമാണ് അധ്യാത്മരാമായണത്തിൻ്റെ. കാലത്ത് കുറച്ചുകൂടി ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു അധ്യാത്മിക രാമായണം രചിക്കപ്പെട്ടത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ക്ലാസിക്കുകൾക്ക് അതില്ല എന്നല്ല, വളരെ കൂടുതലായി അധ്യാത്മിക രാമായണത്തിൽ കാണാൻ കഴിയുന്നു. തീർച്ചയായും. കാരണം ആക്രമണത്തെ ചെറുക്കാൻ കഴിയാത്ത സാംസ്കാരികമായി അധപ്പതിച്ചിരുന്ന കേരളീയനോട് പരാവിദ്യയായ സീതയെ രാവണൻ കടലിനക്കരെ കൊണ്ടുപോയിട്ടും രാമൻ്റെ ഇച്ഛാശക്തിയാണ് സീതയെ തിരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ നിൻ്റെ കടൽ കടന്നുപോയ സമ്പത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് പറ്റും. സീത എന്ന് വെച്ചാൽ ഐശ്വര്യമാണല്ലോ, മഹാലക്ഷ്മിയുടെ അവതാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഐശ്വര്യത്തെയാണ് കൊണ്ടുപോയത്. നിൻ്റെ അപഹരിക്കപ്പെട്ട ഐശ്വര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലയോ കേരളീയ നീ ഇങ്ങനെ കിടന്നുറങ്ങിയേ പറ്റില്ല. അതുകൊണ്ടാണ് ഹനുമാനെ ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ കടൽ കടന്നു പോയ ഹനുമാനെ ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ പറയും, ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം, കണ്ടുപടിയടാ കേരളീയ. ഒരു മാരുതപുത്രൻ ഹനുമാനെ, നമ്മളെ ഭാഷ പറഞ്ഞൊരു വാനരനായ ആളിനെ ശ്രീരാമൻ എന്ന് പറയുന്ന ത്രൈലോക്യനാഥൻ ആലിംഗനം ചെയ്യുന്നത് നീ കണ്ടോ? നിനക്കിത് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ എന്നാണ്. എന്നുവെച്ചാൽ അതൊരു പഠിപ്പിക്കലും കൂടിയാണ് എഴുത്തച്ഛൻ്റെ. കവിയുടെ വേറൊരു ഗുണം അതാണ്, പറയാതെ പറയുക എന്നുള്ളതാണ്. കവിതയുടെ ധർമ്മത്തെക്കുറിച്ച് പറയും, കാന്താസംഹിത തയോപദേശ വിജയ് എന്ന് പറയും. ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കും പോലെ ഉപദേശിക്കുകയാണെന്ന് തോന്നാതെ എന്നാൽ ഉള്ളിൽ തട്ടത്തക്ക രീതിയിൽ ഉപദേശിക്കുന്നതാണ് കവിത എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ രാമായണം വളരെ ദാർശനികവും വളരെ ചിന്തോദ്ദീപകവുമായൊരു കൃതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറക്കാൾ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകത്തെ വരവേൽക്കുന്നതിന് അല്ലെങ്കിൽ പുണ്യമാസത്തെ വരവേൽക്കുന്നതിന് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. ആ നാടും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ആ രീതിയിൽ ഒരുങ്ങി അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയായിരുന്നു ഈ പുണ്യമാസത്തെ വരവ്. പക്ഷെ നമ്മുടെ ഇന്ന് കാലം മാറിയപ്പോൾ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ അണുകുടുംബങ്ങളായപ്പോഴത്തേക്കും അതിൽ പ്രകടമായ ഒരു വ്യത്യാസം വന്നിട്ടില്ലേ? ആ ഒരു പുണ്യമാസത്തെ വരവേൽക്കുന്നതിൽ ആൾക്കാരുടെ മനോഭാവത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ ഓണത്തെയൊക്കെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു ഈ പുണ്യമാസത്തെ പണ്ടാളുകൾ മറ്റേ നാട്ടാശാനെയൊക്കെ വിളിച്ച് വലിയ പന്തലൊക്കെ കൂട്ടി ആ ഒരു രീതിയിലായിരുന്നു കർക്കിടകത്തെ വരവേറ്റുകൊണ്ടിരുന്നത്. ഇന്നതിന് പ്രകടമായ വ്യത്യാസം ഉണ്ടായിട്ടില്ലേ? അത് പറയാൻ കാരണം അന്ന് ഇതുപോലെയുള്ള ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടില്ല. അന്ന് ഇത്രയും ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളില്ല. അന്ന് ഇതുപോലെയുള്ള വലിയ മുന്തിയ തരം മൊബൈലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുടുംബത്തിന് വേണ്ടി ചിലവാക്കാൻ സമയമുണ്ടായിരുന്നു. മാത്രമല്ല ആളുകൾക്ക് അവരുടെ പ്രകൃതിയുമായി ചേർന്ന് ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 വരി കൂടെ പാടി കേട്ടിട്ട് നമുക്ക് അവസാനം. ശരി. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാണ്ഡമാണ് സുന്ദരകാന്ഡം. സുന്ദരകാന്ഡത്തിലെ കുറച്ച് വരികൾ. സകല ശുകകുല വിമല തിലകിത കളേബരേ
സാരസ്യ പീയൂഷസാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കേട്ടാൽ മതി വരില്ല എങ്കിലും നമ്മുടെ സമയം വളരെ തീർച്ചയായും പുണ്യമാസത്തെ വരവേൽക്കാൻ ഇതിലും നല്ലൊരു അതിഥിയെ നമ്മൾക്ക് കിട്ടാനില്ല. വളരെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ നമുക്കിപ്പം പങ്കുവച്ചതാണ് യുവകവി സുമേഷ്. വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയത്.